ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ എഗ് കറി സിമ്പിളായിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. എഗ് കറി തയ്യാറാക്കാനായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അരച്ചതും ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീളത്തിലോ ചെറുതായിട്ടോ അരിഞ്ഞെടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി സ്വല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത ശേഷം നന്നായി വാടി വരുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇതിലോട്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയേക്കാൾ കൂടുതൽ പച്ചമുളക് തന്നെയാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പം നമ്മുടെ സവാള ആവശ്യത്തിനൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചക്കുത്തെല്ലാം നന്നായി ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം മതിയെ, വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിനായി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്തുടങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കുറുകിയ കട്ടിയുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഈ മസാല ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇടിയപ്പത്തിലോട്ടാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അത് കുറച്ച് ലൂസാവുന്നതാണ് ടേസ്റ്റ്. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി നന്നായി ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കോഴിമുട്ട കൂടി ഇതിലോട്ട് ഇട്ട ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയിലോട്ടൊക്കെ ഇതിൻ്റെ മസാല ഒന്ന് ഇറങ്ങി കിട്ടിക്കോളും. നമുക്ക് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായി ഒന്ന് മസാലയിൽ കലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ടതില്ല, നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ശേഷം നമുക്ക് ഉപ്പെല്ലാം നല്ല പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി എഗ് കറി റെഡി. ഇതിനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏതുതരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നീർദോശയുടെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട് എല്ലാത്തിൻ്റെ കൂടെയും ഈ കറി നല്ല കോമ്പിനേഷനാണ്. ഞാനിത് നൂൽപുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി എഗ് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.